എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. അത് മാത്രമല്ല, വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും, ഇഷ്ടമല്ലെങ്കിൽ പോലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കുഞ്ഞു മൊണാലിസ വന്നു. നമ്മുടെ കുഞ്ഞു മൊണാലിസ വന്നതിന് ശേഷം നമ്മുടെ ബോച്ചയുടെ നമ്മുടെ ഡയമണ്ട് ജ്വല്ലറി ഉദ്ഘാടനമൊക്കെ ചെയ്തതിന് ശേഷം ബോച്ചയുമായിട്ട് കുറേ സമയത്ത് ഒരു ലൈവ് ഉണ്ടായിരുന്നു. അതിൽ നമ്മുടെ മൊണാലിസയുടെ അച്ഛൻ, അമ്മ, പിന്നെ കുറച്ച് ആളുകൾ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗം ഞാൻ ഒന്ന് നിങ്ങളെ കാണിക്കാം. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും, എന്നാലും എൻ്റെ ചാനലിൽ കൂടി ഒന്ന് കണ്ടേ പറ്റൂ. അപ്പോൾ അതൊന്ന് കാണിക്കാവേ. इंडिया का दुनिया का सेलिब्रेट एक दिन में हो गया. ये कैसे हो गया? गंगा मैया की कृपा है. नर्मदा की मैं अपना बीच रही थी, वहाँ किसी भैया ने फोटो वीडियो बना ली, कैसे वो वायरल हो गई. हाँ, अभी आपका इसके बाद आप सेलिब्रिटी हो गए, इसके बाद आपका वो माला वगैरह बेचता है ना, वो बिजनेस सब बंद हो गया क्या? नहीं पापा बेचते. हाँ, कचौड़ा में बेचने के लिए जाती तो लोग परेशान करते हैं. उनकी वजह से ആൾക്കാര് ബുദ്ധിമുട്ടിച്ചോണ്ടിരിക്കും. മാലയിലേക്കല്ല ഇപ്പൊ നോട്ടം. ഇതുവരെ മാലയായിരുന്നു നോക്കിയിരുന്നു. അയ്യേ, ഇതിനാണ് പണ്ടുള്ളവർ പറയുന്നത്, നായയുടെ വാല് എത്ര കാലം കുഴലിലിട്ടിരുന്നാലും അത് വലിച്ചെടുക്കുമ്പോൾ വളഞ്ഞേ ഇരിക്കുള്ളെന്ന് പറയുന്നത് ഇതിനൊക്കെ തന്നെയാണ്. നോക്കൂ, ബോച്ച ഇപ്പോൾ പറഞ്ഞൊരു സംഭവമുണ്ട്. അതെന്താണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. അഥവാ കേൾക്കാതെ ഉള്ളവർക്കുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ വെച്ച് തരാം. ആൾക്കാര് ബുദ്ധിമുട്ടിച്ചോണ്ടിരിക്കും. മാലയിലേക്കല്ല ഇപ്പൊ നോട്ടം. ഇതുവരെ മാലയായിരുന്നു നോക്കിയിരുന്നത്, ഇപ്പൊ മാലയിലേക്ക് നോക്കുന്നില്ല. അങ്ങേര് പറഞ്ഞത് എത്ര മ്ലേച്ഛമായിട്ടുള്ള വാക്കാണെന്ന് നോക്കൂ. ആ കുട്ടിയുടെ പ്രായം പോലും നോക്കാണ്ട് ഇങ്ങേരെക്കൊള്ള പേരക്കുട്ടി അവനുള്ള പ്രായമേ ഉള്ളൂ. ബോച്ചയോട് എനിക്ക് ബഹുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങേരെക്കൊള്ള ചാരിറ്റിയോടും ഒക്കെ വളരെ നല്ല കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്യുന്ന ഒരു മനുഷ്യൻ തന്നെയാണ്. ആ ഒരു കാര്യത്തിലൊന്നും യാതൊരുവിധ തർക്കവുമില്ല. പക്ഷേ ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ കാര്യം നോക്കൂ. ഇതുവരെ വന്നവരൊക്കെ മാലയിന്മേലാണ് നോക്കിയതെങ്കിലും ഇനി അങ്ങോട്ട് പോകുമ്പോൾ മാലയിലായിരിക്കില്ല ആളുകൾ നോക്കുന്നത്, വേറെ. അത് ദ്വയാർത്ഥ പ്രയോഗമാണ് ഇങ്ങനെ പറഞ്ഞത്. ശരിക്കും പറയുകയാണെങ്കിൽ കോടതി നല്ല താക്കീത് കൊടുത്ത് വിട്ടതാണ് ഈ പുള്ളിക്കാരനെ, ഇനി ദ്വയാർത്ഥ പ്രയോഗങ്ങൾ പാടില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇദ്ദേഹം ശീലിച്ചത് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ വായിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത്. ശരിക്കും ഇത് ഒട്ടും ശരിയായി നാണാവുന്നില്ലേ പറയാനായിട്ട്. സ്വന്തം പേരക്കുട്ടി ആവാനുള്ള പ്രായമുള്ളൊരു കുട്ടിയുടെ അടുത്താണ് പറയുന്നത്, ഇനി അങ്ങോട്ട് പോകുമ്പോൾ ആളുകൾ മാലയിലായിരിക്കില്ല നോക്കിയിട്ടുണ്ടാവുക, ഇത്രയും നാൾ മാലയിൽ നോക്കി നടന്ന ഒരു മാലയിലാവില്ല നോക്കുന്നത് എന്ന്. എന്തല്ലേ, എത്ര കേട്ടാലും കണ്ടാലും കൊണ്ടാലും ഈ ബോച്ച പഠിക്കില്ല എന്ന് പറയുന്നത് ഇതിനാണ്. ഒന്നുകൂടി കേൾപ്പിച്ചു തരാം. ചിലപ്പോൾ എൻ്റെ തെറ്റിദ്ധാരണയാണെന്ന് നിങ്ങൾ ചിലരെങ്കിലും ഒക്കെ പറയുന്നവരുണ്ടാവും. ആൾക്കാര് ബുദ്ധിമുട്ടിച്ചോണ്ടിരിക്കും. മാലയിലേക്കല്ല ഇപ്പൊ നോട്ടം. ഇതുവരെ മാലയായിരുന്നു നോക്കിയിരുന്നത്, ഇപ്പൊ മാലയിലേക്ക് നോക്കുന്നില്ല. आपको कोई लवर है? नहीं. കേരള से कुछ प्लान है? കേരളത്തിൽ നിന്ന് അങ്ങനെ ആരെങ്കിലും എന്റെ ഉദ്ദേശമല്ല പറഞ്ഞത്, വേറെ ആരെങ്കിലും? സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഇങ്ങേർക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ എനിക്കറിയില്ല, ഇനി മനസ്സിലാവുന്നില്ല. ഇങ്ങനെ കുട്ടിയോട് ചോദിക്കുകയാണ്, അതും പ്രായപൂർത്തിയാവാത്തൊരു പെൺകുട്ടിയാണെന്ന് ഓർക്കണം. കുട്ടിയോട് ചോദിക്കുകയാണ്, ആരെങ്കിലും ലവറുണ്ടോ എന്നാണ് കുട്ടിയോട് ചോദിക്കുന്നത്. അപ്പോൾ കുട്ടി ഇല്ല എന്ന് കുട്ടി പറയുന്നുണ്ട്. ഇല്ല എന്ന് തന്നെ അവൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ പുള്ളിക്കാരൻ ചോദിക്കുകയാണ്, അല്ല ഇനിയിപ്പോൾ കേരളത്തിൽ നിന്ന് ആരെയെങ്കിലും എന്നിട്ട് അങ്ങനെ തന്നെ പറഞ്ഞിട്ട് പറയണം, അല്ല എന്നെയല്ല ഞാൻ ഉദ്ദേശിച്ചതെന്ന്. എന്തായി പറയുന്നത്? ഈ 10, 16, 17 വയസ്സിനകത്ത് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയോട് കേരളത്തിൽ നിന്ന് ആരെങ്കിലും ഇനി പ്രേമിക്കാനുണ്ടോ എന്ന് ചോദിച്ചിട്ട് എന്നെയല്ല ഉദ്ദേശിച്ചതെന്ന്.
അതെന്താ ഈ പെൺകുട്ടിക്ക് ആ നാട്ടിൽ എന്താ ആണുങ്ങൾക്ക് ഇത്ര ദാരിദ്ര്യമാണോ? നമ്മുടെ കേരളത്തിൽ വന്നിട്ട് ഒരു ഏജ്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനെ പ്രണയിക്കാനായിട്ട് ബോച്ചയുടെ അത്രയും പ്രായമുള്ള അല്ലെങ്കിൽ അച്ഛൻ്റെ പ്രായമുള്ള ഒരു മനുഷ്യനെ പ്രണയിക്കാൻ വേണ്ടിയിട്ട് എന്താ ഈ കുട്ടിക്ക് എന്താ അത്രയ്ക്ക് ദാരിദ്ര്യമാണോ? എന്ത് ചോദ്യമാണ്? കോടതി തന്നെ നിങ്ങളെ വിലക്കിയതല്ലേ? നമ്മൾ ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് എല്ലാവർക്കും ബോച്ചയോട് ഒരു ഒരു ബഹുമാനവും ഒരു സോഫ്റ്റ്നെസ്സൊക്കെ ഉള്ളതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം ഒരുപാട് ചാരിറ്റി നടത്തുന്നുണ്ട്. സാധാരണപ്പെട്ട ആളുകളുടെയൊക്കെ പ്രശ്നങ്ങൾ അറിഞ്ഞ് അവർക്ക് വേണ്ടുന്ന സഹായങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു സ്നേഹവും ബഹുമാനവുമാണ് എല്ലാവർക്കും ഇങ്ങേരോട് ഉള്ളത്. അപ്പോൾ പണം കുറേ തലയ്ക്ക് മീതെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്തും പറയാമെന്ന് വിചാരിക്കരുത്. ഒന്നുമില്ലല്ലോ, അതൊരു ചെറിയ കുട്ടിയല്ലേ. പ്രായമെങ്കിലും നോക്കണ്ടേ സംസാരിക്കുമ്പോഴത്തേക്ക്? പ്രത്യേകിച്ച് ബോച്ചയെ കോടതി നന്നായിട്ട് താക്കീത് കൊടുത്തു വിട്ടതാണ്. 5-6 ദിവസം പുള്ളിക്കാരൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞു വിട്ടതാണ്. പോരെങ്കിൽ ഇത് ചെറിയ കുട്ടിയും കൂടിയാണ്. അപ്പോൾ ബോച്ചയ്ക്ക് ചുറ്റും ബോച്ചയെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ ബോച്ചയ്ക്ക് ശത്രുക്കളും ഉണ്ട്. അപ്പോൾ ഇത് ഒന്ന് കുത്തിപ്പൊക്കിയാൽ തന്നെ ബോച്ചയ്ക്ക് അകത്ത് പോവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഞാൻ പറയുമ്പോൾ അത് ബോച്ചയുടെ ഫാൻസ് വന്നിട്ട് എന്നെ തെറി വിളിച്ചാലും ശരി തന്നെ ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ മറ്റുള്ളവർ ഇപ്പോൾ ഒരുപാട് ശത്രുക്കളുണ്ട് ബോച്ചയ്ക്ക്. അതുപോലെ ബോച്ച ഇഷ്ടപ്പെടുന്ന ആളുകളും കട്ടയ്ക്ക് തന്നെ ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ ആരെങ്കിലും ഒന്ന് കംപ്ലൈൻറ്റ് ചെയ്താൽ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയോട് ഇത്തരത്തിൽ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കംപ്ലൈൻറ്റ് ചെയ്താൽ ഇദ്ദേഹത്തിന് അത് പോസ്കോ കേസ് വരെ ആവാൻ ചാൻസ് ഉണ്ട്. കാരണം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മുടെ 24 ന്യൂസിൻ്റെ അവതാരകനാണെന്ന് തോന്നുന്നു. ആ പുള്ളിക്കാരൻ ഇപ്പോൾ കലോത്സവം നടന്ന സമയത്ത് ഒരു പെൺകുട്ടിയുടെ ഫോട്ടോസൊക്കെ എടുക്കുകയും റീൽസൊക്കെ എടുക്കുകയും എന്തൊക്കെയോ കുശലം ചോദിച്ചതിൻ്റെ പേരിൽ അരുണെന്നാണെന്ന് തോന്നുന്നു ആ ഒരു റിപ്പോർട്ടറുടെ പേര്. കറക്റ്റായിട്ട് എനിക്ക് അത്ര നിശ്ചയമില്ല, ഞാൻ മറന്നുപോയി. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നില്ല. എന്നാലും പറയുകയാണ്, അതിൻ്റെ പേരിൽ പുള്ളിക്കാരന് വരെ കേസായി എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ബോച്ചയെ ഇപ്പോൾ ജയിലിൽ കുറച്ച് ദിവസം, ഒരു 5-6 ദിവസമൊക്കെ താമസിച്ചിട്ട് ഇറങ്ങി വന്നിട്ട് അതിൻ്റെ ഇടയിൽ ഈ പുത്തരിയിൽ കല്ല് കടിച്ചതുപോലെയുള്ള ഇങ്ങനെയുള്ള വർത്തമാനമെങ്കിലും ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കാമായിരുന്നു. ശരിക്കും പുള്ളിക്കാരൻ്റെ ഈ ഒരു നാവ് ചൊറിച്ചിലെന്ന് പറഞ്ഞാൽ ശീലിച്ചു പോയി. അത് മാറ്റാൻ പറ്റുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ എത്രയൊക്കെയാണെങ്കിലും നമ്മൾ സംസാരിക്കുന്ന ഒരു സമയത്ത് അതൊന്ന് ആ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ പ്രായമെങ്കിലും നോക്കുന്നത് വളരെ നന്നായിരിക്കും. എനിക്കിത് കണ്ടിട്ടും കേട്ടിട്ടും ഒട്ടും ഇഷ്ടമായില്ല എന്നുള്ളത് ഞാൻ എൻ്റെ ഈ ചാനലിൽ കൂടി അറിയിക്കുകയാണ് ജനങ്ങളെ. അതായത് എന്നെ ചോദിക്കും, നീ ആരാണ്, നിൻ്റെ അഭിപ്രായങ്ങൾ ഇവിടെ ആർക്ക് വേണമെന്ന്? ആർക്ക് വേണ്ടാത്തൊരു സ്വീകരിക്കണ്ട. പക്ഷേ എൻ്റെ അഭിപ്രായങ്ങൾ പറയാനാണ് എൻ്റെ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത്. ബോച്ച നല്ലത് കാണിക്കുമ്പോൾ നല്ലതെന്ന് തന്നെ പറയും. അതിലൊന്നും യാതൊരു മടിയില്ല. പിന്നെ ഹണിറോസും ബോച്ചയുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഞങ്ങൾ ബോച്ചയ്ക്കായിരുന്നു സപ്പോർട്ട് ചെയ്തിരുന്നത് എന്ന് കരുതിയിട്ട് 10, 16, 17 വയസ്സിനകത്ത് പ്രായമായിട്ടുള്ള ഒരു പെൺകുട്ടിയോട് ഇനി പോകുന്ന സമയത്ത് ഇത്രയും സമയം എല്ലാവരും മാലയിലാണ് നോക്കിയിരുന്നതെങ്കിൽ ഇനി പോകുമ്പോൾ അതിലല്ല നോക്കുന്നത് എന്ന് പറയുമ്പോൾ അതൊരു ദ്വയാർത്ഥ പ്രയോഗമാണ്. അതുമാത്രമല്ല, പ്രേമം ഉണ്ടോ എന്ന് ചോദിച്ചത് തെറ്റാണ്. ഇത്രയും ചെറിയ കുട്ടിയോട് എന്നാൽ ചോദിക്കും, ഇതിനേക്കാൾ ചെറിയ കുട്ടികൾ പ്രേമിക്കുന്നില്ലേ എന്ന്. ഇപ്പോൾ 10 വയസ്സൊക്കെയുള്ള പിള്ളേർ പരസ്പരം പ്രേമിച്ചുകൊണ്ട് കിടക്കുകയാണ്. പക്ഷേ അങ്ങനെയല്ല. നമ്മളുടെ നാട്ടിൽ ഗസ്റ്റായിട്ട് വരുന്നൊരു ആളോട് ചോദിക്കാൻ പാടുള്ളതേ ചോദിക്കാവൂ. അല്ലെങ്കിൽ പ്രായപൂർത്തിയെങ്കിലും ആയൊരാളായിരിക്കണം. അത് പറഞ്ഞു കുട്ടി ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കേരളത്തിൽ നിന്ന് ആരെങ്കിലും പ്രണയിക്കാനായിട്ട് ഉദ്ദേശമുണ്ടോ? എന്നെ അല്ല ഉദ്ദേശിച്ചത് എന്നുകൂടി പറഞ്ഞു വെക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.